ഹലോ, ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പലതരം ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബ്രെഡ് വെച്ചിട്ടും റവ വെച്ചിട്ടും പഴം വെച്ചിട്ടും അതുപോലെ മുട്ട, ചിക്കന് എല്ലാ തരം സ്നാക്കും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്, ബ്രെഡ് ബോൾസ് ആണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. 8 സ്ലൈസ് ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ 10 സ്ലൈസ് ബ്രെഡ് വരെ വേണ്ടി വരും കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് മാറ്റം വരും. 8 10 സ്ലൈസ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക്, കറിവേപ്പില അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ക്യൂമിൻ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് കുഴക്കാൻ പാകത്തിന് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പോരാന്നുണ്ടെങ്കിൽ 1.5 മുട്ട വരെ ചേർത്ത് കൊടുക്കാം, വേറൊരു മുട്ടയുടെ പകുതി. അല്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ്. ഇനിയിപ്പോൾ ഇത് പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ബ്രെഡല്ല നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു മാവ് കുഴച്ചെടുക്കുന്ന പരുവം നമുക്കായി കിട്ടുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു മുട്ട പാകത്തിനായിട്ടുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ പകുതി, ഒരു 1/4 ഭാഗം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ബോൾസാക്കി ഇത് ഉരുട്ടിയെടുക്കുക. ഈ ഒരു ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതുപോലെ ബോൾസാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ബോൾസാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത അളവിൽ നമുക്ക് ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് കൂട്ടി ചേർക്കാം കേട്ടോ. എനിക്ക് പാകത്തിന് 8 സ്ലൈസ് ബ്രെഡും ഒരു മുട്ടയും ഒക്കെ പാകത്തിനായിട്ടുണ്ടായിന്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല പാകത്തിന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ഫ്ലെയിം കുറക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല പെട്ടെന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അധികം പണിയൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കെച്ചപ്പോ ചമ്മന്തിയോ എൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്ത ശേഷം നല്ലോണം വെള്ളം വാർന്നെടുക്കുക. അരമണിക്കൂറൊക്കെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാർന്നെടുക്കുക കേട്ടോ. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വെള്ളം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ക്രഷായി കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ബ്രെഡ് സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് 2 ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട, ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം.
മാവ് ലൂസായിട്ടൊന്നുമില്ല, നല്ല കട്ടിക്ക് തന്നെയാണെന്നുള്ളത്. ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി 1-2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ കബാബ് എന്ന രീതിയിൽ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോൾ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. 15 മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് തുടച്ച് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രോസൺ ആക്കിയിട്ടും വെക്കാം. അപ്പോൾ ഇത് ഫ്രോസൺ ആക്കി വെക്കുന്നൊന്നുമില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ടിങ് ചെയ്തെടുത്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണയിലോട്ട് ഇട്ടപാടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കണ്ട, പൊടിഞ്ഞു പോവും. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ മുകൾ ഭാഗം എണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കുക. ഒരു സൈഡ് കളറൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ 2 സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്, മുട്ട വടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ 2 മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് മൊത്തത്തിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതിലോട്ട് പോരാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടിയാൽ മതി. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അരിപ്പൊടിക്ക് പകരം ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന്. മാവ് ലൂസായിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ ഉണ്ട്. ഇനി നമുക്കിത് വടയുടെ ഷേപ്പാക്കി എടുക്കാം. ഒരു ബോൾസാക്കി എടുത്തിട്ട് വടയുടെ ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇതുപോലെ മാവ് കുറച്ച് കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ല, മുട്ട വേവിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു വടയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല ചെറിയ തരിയുള്ള റവയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ തരിയുള്ള റവ വേണം എടുക്കാനായിട്ട്, ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദയും അതുപോലെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. മൊത്തത്തിൽ 1 കപ്പ് റവ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സെയിം ഈ പാത്രത്തിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത് നല്ലോണം സോക്കായി വെള്ളം കുടിച്ചൊന്ന് തിക്കായി വരാറുണ്ട്. പക്ഷേ ഈ ഒരു റവ അത്ര തിക്കായി വരാറില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന റവയുടെ ഇതനുസരിച്ചിരിക്കും. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതിലോട്ട് റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്, ഒരു 2-3 ടേബിൾ സ്പൂണ്. അതുപോലെ വെള്ളം വേണമെങ്കിലും പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, അതുപോലെ റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാകത്തിന് കറക്റ്റ് നമുക്കൊരു നുള്ളി എടുക്കാനുള്ള പരുവാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനുണ്ട്. ബേക്കിംഗ് സോഡ എപ്പോഴും അവസാനം ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ റവ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. അതുപോലെ നല്ലോണം ഓവർ തിക്കാണ് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിത് എണ്ണയിലോട്ട് കയ്യിൽ നുള്ളി എടുത്തിട്ടാണ് കേട്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ കറക്റ്റ് പരുവം മനസ്സിലാവും. നമ്മളിതുപോലെ കയ്യിൽ നുള്ളി എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ നുള്ളി എടുത്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ചുട്ടെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരും, അകത്ത് അത്ര വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഗോളി ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് ചെറിയൊരു ബോൾസ് പരുവത്തിൽ ജസ്റ്റ് ഒന്ന് നുള്ളിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും മൊത്തത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ എടുത്ത അളവിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോബസ്റ്റ പഴം കുറച്ച് ചെറിയ സൈസാണ്, അതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മീഡിയം സൈസിലുള്ള റോബസ്റ്റ പഴമാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. അതുപോലെ നേന്ത്രക്കായ എടുക്കുന്നുണ്ടെങ്കിലും 4 എണ്ണം എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അങ്ങനെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണമെന്നില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. പിന്നെ ചെറുപഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 ഒക്കെ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാട്ടോ. ഏത് പഴമാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിലെടുക്കുമ്പോൾ പേസ്റ്റ് പരുവത്തിലായിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസസ് ഉണ്ടെങ്കിൽ ഇതിൽ ഒന്ന് ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ആദ്യം ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഴം ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിലും പഞ്ചസാര ചേർത്തിട്ട് രണ്ടും കൂടെ
ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടും നമ്മൾ പഴം മാഷ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ അങ്ങനെ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതിലോട്ട് ഇനി മൈദയും ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് വന്നോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് മൈദയാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാം ഇതിലോട്ട് എത്രയാണ് മൈദ വേണ്ടതെന്ന്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ. അപ്പോൾ 2 കപ്പ് മൈദ പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 2 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയുമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസിൽ അത് വ്യത്യാസം വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നുള്ളി എടുത്തിടാൻ പറ്റണം, ആ ഒരു രീതിയിലാണ്. അല്ലാതെ ഒഴിച്ച് കൊടുക്കുന്ന പരുവമല്ല. കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വാരി എണ്ണയിലോട്ട് ഗോളി ബജിയൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് വലിയ പണിയൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ. പിന്നെ അതുപോലെ ഇത് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ഗോളി ബജ് ആ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കഴിക്കുമ്പോൾ ഇത് ഫുള്ള് ടേസ്റ്റ് ഡിഫറെൻ്റാണ്. പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലല്ലല്ലോ. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഗോളി ബജി എന്നൊക്കെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഗോളി ബജി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി, ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചൂടുണ്ട്, ചൂടാറിയിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏത് പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.